സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. വരിക കുഞ്ഞാട്ടിൻ കാന്തേ, വരിക കുഞ്ഞാട്ടിൻ കാന്തേ, ദർശിക്ക ഈ മഹത്വ ദർശനം, ശ്രവിക്ക സ്വർഗീയ സംഗീതം, ഈ ഹല്ലേലൂയ ഘോഷസ്വരം. വരിക കുഞ്ഞാട്ടിൻ കാന്തേ, സ്ഫടിക തുല്യ നഗരം, ഇത് രാത്രിയില്ലാത്ത ദേശം. സ്വച്ഛ സ്ഫടിക തുല്യ നഗരം, ഇത് രാത്രിയില്ലാത്ത ദേശം. ദൈവ തേജസാൽ ശോഭിക്കും നഗരം, ദൈവ തേജസാൽ ശോഭിക്കും നഗരം, കർത്താവാം കുഞ്ഞാടിൻ്റെ മന്ദിരമാണഹോ. വരിക കുഞ്ഞാട്ടിൻ കാന്തേ, ദർശിക്ക ഈ മഹത്വ ദർശനം, ശ്രവിക്ക സ്വർഗീയ സംഗീതം, ഈ ഹല്ലേലൂയ ഘോഷസ്വരം. വരിക കുഞ്ഞാട്ടിൻ കാന്തേ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദൈവം സ്നേഹമാണ് എന്ന പ്രയോഗം നാം എത്രയോ വട്ടം കേട്ടിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. തൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനും നശിച്ചു പോകരുത് എന്നാഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം സ്നേഹമാണ്. തൻ്റെ മക്കൾ നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന സ്നേഹമുള്ളൊരു പിതാവാണ് ദൈവം. 1 തിമോത്തി 2:4 അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു എന്ന് ദൈവത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം നടത്തിയ പ്രസ്താവനയുടെ ഒരു പൂർത്തീകരണമാണത്. സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്ന, ആരും നശിച്ചു പോകാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവം. ഈ നല്ല ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ള മാർഗം എല്ലാവർക്കും സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു മാർഗമായിരിക്കണം. ശ്രദ്ധിക്കുക, ഈ നല്ല ദൈവം, നല്ല പിതാവ് മനുഷ്യർക്കായി ഒരുക്കിയിട്ടുള്ള രക്ഷാമാർഗം സങ്കീർണമാകാൻ പാടില്ല. വലിയ പണ്ഡിതന്മാർക്ക് മാത്രം മനസ്സിലാകുന്നതാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഇനിയല്ല, വലിയ ഭക്തന്മാർക്ക് മാത്രം എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന ഒന്നാണ് ദൈവം വിഭാവനം ചെയ്തിട്ടുള്ള രക്ഷയെങ്കിൽ അത് ഭക്തന്മാർക്ക് മാത്രമേ എത്തിപ്പിടിക്കാനാവൂ. തീവ്രമായ അനുഷ്ഠാനങ്ങൾ നടത്തണം, ധ്യാനമിരിക്കണം,
ഉപവസിക്കണം, ദീർഘമായ തീർത്ഥാടനങ്ങൾ നടത്തണം. ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് രക്ഷപ്പെടുവാൻ കഴിയും? സാധാരണക്കാർക്ക് അത് കഴിയണമെന്നില്ല. വളരെ പണം മുടക്കുള്ള അനുഷ്ഠാനങ്ങളാണ് പല മതങ്ങളും പാപമോചനത്തിനായി തങ്ങളുടെ ഭക്തന്മാരോട് പറയാറുള്ളത്. വളരെ പണം മുടക്കുള്ള ഈ അനുഷ്ഠാനങ്ങൾ നിവർത്തിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ധനവാന്മാർക്ക് മാത്രമല്ലേ അങ്ങനെയെങ്കിൽ ഈ രക്ഷ സാധ്യമാവുകയുള്ളൂ. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം രക്ഷയ്ക്കായി ഒരു മാർഗം ഒരുക്കുമെങ്കിൽ അത് പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും പണക്കാർക്കും സാധുക്കൾക്കും ഭക്തന്മാർക്കും അഭക്തന്മാർക്കും ഒക്കെ സ്വീകാര്യമായ സാധ്യമായ ഒരു രക്ഷാമാർഗമായിരിക്കണം. സകല മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, ആ ദൈവം സ്നേഹവാനായ ദൈവമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പ്രാരംഭമായി പറയുവാനുള്ളത്, രക്ഷ ലളിതമാണ്. ആത്മരക്ഷ ഏതു മനുഷ്യനും സുസാധ്യമാണ്. സത്യം അറിയണമെന്ന് മാത്രം, സത്യത്തിലേക്ക് വരണമെന്ന് മാത്രം. പലപ്പോഴും നമുക്ക് പറ്റുന്ന അപകടം, നാം സത്യത്തെ സ്നേഹിക്കാതെ കേട്ടുപഠിച്ച കാര്യങ്ങൾ മാത്രം, പരമ്പരാഗതമായി നമ്മുടെ കയ്യിലെത്തിയ കാര്യങ്ങൾ മാത്രം സ്വീകരിച്ച് ജനിച്ചു വീണ മതങ്ങളുടെ അനുഷ്ഠാനങ്ങളിലും ആശയങ്ങളിലും തങ്ങളെ തന്നെ ഉറപ്പിച്ച് സത്യം കണ്ടെത്താതെ അനേകർ നശിച്ചു പോകുന്നു. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ ഞങ്ങളുടെ ശ്രോതാക്കളെ സഹായിക്കുന്ന ഒരു പഠന പരമ്പരയാണ് ഇത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രഭാഷണങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഏതു മനുഷ്യർക്കും സാധ്യമായ, ലഭ്യമായ, ലളിതമായ, സുന്ദരമായ, നീതിപൂർവകമായ, സയുക്തികമായ ഒരു രക്ഷാമാർഗം ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൻ്റെ താളുകളിൽ അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്തുവാൻ കഴിയും. നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മൾ പ്രാരംഭമായി വായിച്ചത് സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ ദൈവം ഇച്ഛിക്കുന്നുവെന്നാണല്ലോ. തുടർന്ന് പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. ദൈവം ഒരുവനാണ് എന്ന ആശയത്തിനും പല ആളുകൾക്കും തർക്കമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ദൈവം ഒരുവനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, അതിനെ തക്ക സമയത്ത് വിധിക്കുന്ന ദൈവം ഒരുവനേ ഉള്ളൂ. ആ ദൈവവും ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്കുമിടയിൽ ഒരു പ്രശ്നമുണ്ട്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു പ്രശ്നമേ ഉള്ളൂ, രണ്ട് പ്രശ്നങ്ങളില്ല. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നത് ഒറ്റ പ്രശ്നമാണ്, അത് പാപമെന്ന പ്രശ്നമാണ്. മനുഷ്യൻ്റെ പാണ്ഡിത്യത്തിൻ്റെ കുറവോ കൂടുതലോ അല്ല ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നത്. മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെ കൂടുതലോ കുറവോ അല്ല ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്ന ഘടകം. പ്രത്യുത ദൈവം പരിശുദ്ധനാണ്, മനുഷ്യൻ പാപിയാണ്. ദൈവത്തോട് മത്സരിച്ച് ദൈവത്തിൽ നകന്നുപോയ മനുഷ്യൻ്റെ പാപമാണ് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന ഏക ഘടകം. ദൈവം ഒരുവൻ, മാനവജാതി ഒന്ന്, മാനവജാതിയെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന പ്രശ്നം ഒന്ന്, അത് പാപമാണ്. പാപം അതീവ ഗൗരവതരമായ ഒരു പ്രതിഭാസമാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ, സർവാധികാരിയായ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല, എനിക്ക് നിൻ്റെ പ്രമാണങ്ങൾ ആവശ്യമില്ല, ഞാൻ എൻ്റെ പ്രമാണങ്ങളെ ഉണ്ടാക്കി എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ദൈവത്തോടുള്ള വെല്ലുവിളിയാണ് പാപം. ഒരു ചെറിയ പാപത്തിന് ദൈവം മനുഷ്യനെ നിത്യകാലം നിത്യനാശത്തിൽ ശിക്ഷിക്കുമോ എന്ന് ചോദിക്കുന്ന മനുഷ്യരോട് ദൈവവചനത്തിൽ പറയുവാനുള്ളത്, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ പാപം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പാപത്തിൻ്റെ പിറകിലുള്ള ഛേദോവികാരം ദൈവത്തോടുള്ള വെല്ലുവിളിയാണ്. ദൈവിക പ്രമാണങ്ങൾ എനിക്ക് ബാധകമല്ല, ദൈവം എനിക്ക് പ്രശ്നമല്ല, ഞാനാണ് എൻ്റെ ദൈവം, എൻ്റെ പ്രമാണങ്ങളെ ഞാൻ ഉണ്ടാക്കും, ഞാൻ ഇഷ്ടം പോലെ ജീവിക്കും എന്ന് ദൈവത്തിൻ്റെ സർവാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് പാപം എന്നതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ മുൻപാകെ ചെല്ലുക സാധ്യമല്ല. പാപം പരിഹരിക്കപ്പെടണം എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാ മതത്തിലും ഈ ആശയം വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് വൈരുദ്ധ്യങ്ങളെന്ന് തോന്നുന്ന വിവിധങ്ങളായ പാപപരിഹാര മാർഗങ്ങൾ എല്ലാ മതങ്ങളും തങ്ങളുടെ ഭക്തന്മാരെ പഠിപ്പിക്കുന്നത്. പുണ്യനദീ സ്നാനവും കുംഭസാരവും
മലകയറ്റവും നേർച്ചകാഴ്ചകളും തീർത്ഥാടനങ്ങളുമൊക്കെ പാപപരിഹാരത്തിനുള്ള മാർഗങ്ങളായി മതങ്ങൾ തങ്ങളുടെ ഭക്തന്മാരെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം അവർ പറയുന്നത് സത്യമാണ്: പാപം പരിഹരിക്കപ്പെട്ടെങ്കിലേ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയുകയുള്ളൂ. പാപം അതീവ ഗൗരവതരമായ ഒരു കാര്യമാണ്. പാപമാണ് മനുഷ്യൻ്റെ ഏക പ്രശ്നം. പാപം മൂലമാണ് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉളവായത് എന്ന തിരിച്ചറിവ് മതങ്ങൾക്കുള്ളത് കൊണ്ടാണ് പാപത്തെ പരിഹരിക്കുവാൻ മതങ്ങൾ വിവിധങ്ങളായ, പലപ്പോഴും പരസ്പര വിരുദ്ധങ്ങളായ അനേക അനുഷ്ഠാനങ്ങൾ, അനേക ആശയങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എന്നാൽ ദൈവവചനമായ ബൈബിൾ ഇവിടെ വ്യക്തമായി പറയുന്നു: ഒരു ദൈവം, ഒരു മാനവജാതി, ഒരു പ്രശ്നം, അതിന് ഒരു പരിഹാരം. പാപത്തിന് നീതിപൂർവകമായി ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. പാപം ആത്മാവിൽ പറ്റുന്ന കറയാണ്. ദൈവത്തോടുള്ള വെല്ലുവിളിയാണ്. അത് ആത്മാവിൽ പറ്റുന്ന കറയാണ്. ബാഹ്യമായ ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾ കൊണ്ട്, കുടുകുടാ വിയർത്തതുകൊണ്ടോ കണ്ണുനീരൊഴുക്കിയത് കൊണ്ടോ ഏതെങ്കിലും പുണ്യനദിയിലെ ജലത്തിൽ സ്നാനം കഴിച്ചതുകൊണ്ടോ ബാഹ്യമായി കഴുകിക്കളയാവുന്ന ഒന്നല്ല പാപം. പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് ബൈബിളിൻ്റെ ആദ്യ നാളുകളിൽ, മനുഷ്യചരിത്രത്തിൻ്റെ ആദ്യ നാളുകളിൽ ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു: പാപം ചെയ്യുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് പുതിയ നിയമം ആവർത്തിച്ചു പറയുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്താണ് മരണം എന്നുകൂടി ഇത്തരണത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. മരണത്തെയും നാം പലപ്പോഴും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാറില്ല. എന്താണ് മരണം? മരണം വേർപാടാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നു. അത് ഭൂമിയിലെ മരണം, ഒന്നാമത്തെ മരണം. ദൈവത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട്, മനുഷ്യൻ വേർപെട്ട് നിത്യനാശത്തിലേക്ക് പോകുന്നതാണ് വാസ്തവത്തിൽ മരണമെന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ അതിനെ രണ്ടാം മരണമെന്ന് വിളിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥ മരണം. മരണം വേർപാടാണ്. ദൈവപരമായ ബൈബിൾ പഠിക്കുമ്പോൾ ഈ മരണം വേർപാടാണ് എന്ന ആശയം മറന്നുപോയാൽ പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റും. മരണം വേർപാടാണ്, ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. പാപത്തിൻ്റെ ശമ്പളമായ ഈ മരണം പാപിയോ പാപിക്ക് പകരം നിൽക്കുവാൻ കഴിയുന്ന ഒരു പകരക്കാരനോ അനുഭവിക്കാതെ പാപത്തിന് വിമോചനമില്ല. എബ്രായലേഖനം 9-22 വാക്യം പറയുന്നു: രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപവിമോചനമില്ല എന്ന് പറയുവാൻ കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമായതുകൊണ്ടാണ്. രക്തച്ചൊരിച്ചിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മരണമെന്നാണ്. രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപവിമോചനമില്ല. ഇതറിയാവുന്ന മതങ്ങൾ മൃഗങ്ങളുടെ രക്തം ചൊരിഞ്ഞ് പാപമോചനത്തിന് ശ്രമിക്കുന്നു. അതൊരു നല്ല സൂചകമാണ്. മൃഗങ്ങളുടെ രക്തം ചൊരിഞ്ഞ് പാപം മോചിക്കുവാൻ ശ്രമിക്കുമ്പോൾ മതങ്ങൾ സമ്മതിക്കുന്നു രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപവിമോചനമില്ല എന്ന്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് പരാജയപ്പെടുകയാണ്. രക്തം ചൊരിയുക എന്ന് പറഞ്ഞാൽ മരണമാണ്. മരണം വേർപാടാണ്, ദൈവത്തിലുള്ള വേർപാടാണ്. ഒരു മൃഗം മരിക്കുമ്പോൾ മനുഷ്യൻ്റെ മരണത്തിന് പകരമാവുന്നില്ല. ഒരു മൃഗത്തിന് ഒരിക്കലും മനുഷ്യനെ റെപ്രസെൻ്റ് ചെയ്യുവാൻ കഴിയുകയില്ല എന്നെടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ പഴയ നിയമത്തിൽ യഹോവയാം ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായ ഇസ്രായേലിന് മൃഗബലി ഇന്ന വിധത്തിൽ മൃഗബലി നടത്തണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് അർത്ഥമാക്കിയത്? അതിലൂടെ പാപമോചനമുണ്ടെന്നല്ല, പ്രത്യുത കാലസമ്പൂർണതയിൽ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹ ഭൂതലത്തിൽ വന്ന് പാപികൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുന്ന ഒരു സമ്പൂർണ്ണ ബലി നടക്കുവാൻ പോകുന്നു എന്ന് മുൻകൂട്ടി വിശ്വസിക്കുവാനുള്ള ഒരു സൂചകമായിട്ടാണ് പഴയ നിയമത്തിലെ മൃഗബലികൾ ഇരിക്കുന്നത്. അതുകൊണ്ട് എബ്രായലേഖനത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി ലേഖനകർത്താവ് പറയുന്നുണ്ട്: കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ മോചിക്കുവാൻ കഴിയുകയില്ല. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. ദൈവപുത്രനായ ക്രിസ്തുവേശു മനുഷ്യനായി വന്ന് ഒരു പാപവും ചെയ്യാതെ ജീവിച്ചിട്ട്, താൻ സർവശക്തനെന്ന് അനേക അത്ഭുതങ്ങളിലൂടെ പ്രവൃത്തികളിലൂടെ തെളിയിച്ചിട്ട്, തൻ്റെ മേൽ ആർക്കും ഒരു പാപവും ആരോപിക്കുവാൻ കഴിയാതിരുന്നിട്ടും പാപത്തിൻ്റെ ശമ്പളമായ മരണം താൻ അനുഭവിക്കുമ്പോൾ നാം ചോദിക്കണം ഈ ചോദ്യം: സർവശക്തനായവൻ എന്തുകൊണ്ട് ബലഹീനനെ പോലെ മരിക്കുന്നു? പരിശുദ്ധനായവൻ എന്തുകൊണ്ട് പാപിയെ പോലെ മരിക്കുന്നു?
ഒന്നുകിൽ ഈശോ മിശിഹ സർവശക്തനല്ല, അല്ലെങ്കിൽ അവൻ പരിശുദ്ധനല്ല. പക്ഷേ ഇത് രണ്ടും യേശുവിൻ്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യുവാൻ നമുക്കാവില്ല. യേശു സർവശക്തനാണ് എന്ന് പല നിലകളിൽ പല സന്ദർഭങ്ങളിൽ അനേകായിരങ്ങളുടെ മുൻപാകെ തെളിയിച്ചവനാണ്. പാപരഹിതനാണ് എന്ന് തന്നെ വിധിച്ച എല്ലാ കോടതികളുടെ മുമ്പാകെയും താൻ തെളിയിച്ചവനാണ്. പക്ഷേ ബലഹീനനെ പോലെ, അശുദ്ധനെ പോലെ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ മിശിഹ ക്രൂശിൽ മരിക്കുമ്പോൾ അവിടെ നിറവേറ്റപ്പെടുന്നത് ദൈവം മാനവകുലത്തിന് രക്ഷയ്ക്കായി ഒരുക്കിയ ദൈവിക ക്രമീകരണത്തിന് നിറവേറലാണ് നാം അവിടെ കാണുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്ന ഒരു രക്ഷാവാഗ്ദാനം ദൈവം കൊടുത്തതിൻ്റെ നിവൃത്തിയാണ് സ്ത്രീയുടെ സന്തതിയായി കന്യകയിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രൻ മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷാർത്ഥം വീണ്ടെടുപ്പ് വിലയായി, മറുവിലയായി തന്നെ സമർപ്പിക്കുന്നു. ദൈവവചനമായ ബൈബിള് യേശു ക്രിസ്തുവിനെ ഒടുവിലത്തെ ആദാം എന്ന് വിളിക്കുന്നുണ്ട്. ഒടുവിലത്തെ ആദാം. ആദാം എന്ന വാക്കിൻ്റെ അർത്ഥം മാനവജാതി, മനുഷ്യകുലം എന്നാണ്. മുഴുവൻ മനുഷ്യരെയും സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ആദാം എന്ന വാക്ക്. ഒന്നാമത്തെ ആദാം, ഏദൻ തോട്ടത്തിലെ ആദാമിൽ നാം ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയമാണ്, അത് സത്യമാണ്. ഞാൻ എൻ്റെ പിതാവിൽ ഉണ്ടായിരുന്നത് പോലെ, എൻ്റെ പിതാവ് എൻ്റെ പിതാവിൻ്റെ പിതാവിൽ ഉണ്ടായിരുന്നത് പോലെ സകല മാനവകുലവും ആദാമിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശാസ്ത്രീയമായ പ്രസ്താവനയാണ്. ഞാനിങ്ങനെ പറയട്ടെ, ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാം മക്കളെ ജനിപ്പിക്കുന്നതിന് മുന്നമേ മരിച്ചു പോയിരുന്നു എങ്കിൽ നാം ആരും ഈ ഭൂമുഖത്ത് ജനിക്കുമായിരുന്നില്ല. ആദാം സകല മനുഷ്യർക്ക് പകരം നിൽക്കുവാൻ കഴിയുന്ന ഒരു പകരക്കാരനാണ്. ആ ഏദൻ തോട്ടത്തിലെ ആദമിൽ നിന്ന് മനുഷ്യകുലത്തിന് ലഭിക്കുന്നത് പാപമെന്ന അവകാശമാണ്. ആ പൈതൃക സ്വത്ത്, ആദമിൽ നിന്ന് ലഭിക്കുന്ന പൈതൃക സമ്പത്ത് പാപമാണ്. അതിൻ്റെ ഫലമായിട്ടുള്ള നാശമാണ്, മരണമാണ്. എന്നാൽ ഈശോ മിശിഹായെ ദൈവവചനമായ ബൈബിൾ സംബോധന ചെയ്യുന്നത് ഒടുവിലത്തെ ആദാം എന്നാണ്. ഈ ഈശോ മിശിഹായ്ക്കും സകല മനുഷ്യരെയും പ്രതിനിധാനം ചെയ്യുവാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ യേശു കർത്താവാണ് ആദമിനെ സൃഷ്ടിച്ചത്, ആദമിലൂടെ സകല മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചത്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യകുലത്തിൻ്റെ തലതൊട്ടപ്പൻ, ഒടുവിലത്തെ ആദാം എന്ന് വിളിക്കപ്പെടുന്ന യേശു കർത്താവാണ്. ഈ യേശു കർത്താവ് ജഡം ധരിച്ച് ഭൂമിയിൽ വന്ന് നമ്മിൽ ഒരുവനായി ഈ ഭൂമിയിൽ നടന്നപ്പോൾ സകല മാനവകുലവും ആ ഒരുവനിൽ സമ്മേളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അതിശയോക്തിയല്ല, യാഥാർത്ഥ്യമാണ്. ഒന്നാമത്തെ ആദാമിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പൈതൃകം പാപത്തിൻ്റെതാണ് എങ്കിൽ ഒടുവിലത്തെ ആദാം ഒരു പാപവും ചെയ്യാതെ ജീവിച്ചിട്ട് പാപത്തിൻ്റെ ശമ്പളമായ മരണം സകല മനുഷ്യർക്കും വേണ്ടി അനുഭവിച്ചു തീർത്തപ്പോൾ, നമ്മൾ വായിച്ചു കേട്ട വാക്യത്തിൽ മറുവിലയായി തീർന്നപ്പോൾ, പാപമോചനത്തിന് ആവശ്യമായ പുണ്യാഹ രക്തം ചൊരിയപ്പെട്ടു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. പ്രിയ സ്നേഹിതരെ, ക്രൂശിക്കപ്പെട്ട യേശുവിലേക്ക് നോക്കുക. അവിടെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് ആവശ്യമായ ദൈവിക നീതി നിവൃത്തിയാവുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനം കാൽവരി ക്രൂശിൽ കാണുകയാണ്. വേറെ വാക്കുകളിൽ പറഞ്ഞാൽ ദൈവ സ്നേഹവും ദൈവനീതിയും ദൈവജ്ഞാനവും ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന ഒരു വേദിയാണ് കാൽവരി ക്രൂശ്. നാം ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന്, സകല മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ ഭൂതലത്തിൽ വന്നു, പാപരഹിതനായി ജീവിച്ചു. പക്ഷേ വലിയ പാപിയെ പോലെ പടഞ്ഞു മരിച്ചു. ഗതികേട് കൊണ്ടല്ല, പിടിക്കപ്പെട്ടു പോയതുകൊണ്ടല്ല, പാപം ചെയ്തതുകൊണ്ടല്ല, ബലഹീനായതുകൊണ്ടല്ല, നമ്മെ സ്നേഹിച്ചതുകൊണ്ട്. നാം ആരും നശിച്ചു പോകരുതെന്ന് സ്നേഹവാനായ പിതാവ് ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മുടെ മുഴുവൻ പാപത്തെയും അവൻ്റെ മേലിട്ടു. നമ്മുടെ ശിക്ഷ അവൻ അനുഭവിച്ചു. ഇതാണ് പാപമോചനത്തിന് ദൈവം വെച്ചിട്ടുള്ള ക്രമീകരണം. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഏക പ്രശ്നം പാപമാണ്. പാപമെന്ന പ്രശ്നത്തെ പരിഹരിക്കുന്ന ഏക മധ്യസ്ഥൻ ഈശോ മിശിഹ മാത്രമാണ്. ഈ പാപമെന്ന പ്രശ്നത്തെ പരിഹരിച്ചത് തൻ്റെ മരണത്തിലൂടെയാണ്. ഈശോ മിശിഹായെ ക്രൂശിക്കപ്പെട്ടവനായി നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ, എനിക്ക് പകരക്കാരനായി ക്രൂശിക്കപ്പെട്ടു, പാപത്തിൻ്റെ ശമ്പളമായ മരണം അനുഭവിച്ചു എന്ന നിലയിൽ നാം തിരിച്ചറിയുന്നില്ല എങ്കിൽ യേശുവിനെ അറിഞ്ഞു എന്ന് പറയുവാനാവില്ല. ഇന്നത്തെ വലിയ ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം, പല ആളുകളും യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല. അത്ഭുത പ്രവർത്തകനായ യേശുവിനെയാണ് അവർക്കിഷ്ടം.
സതുപദേശം കൊടുക്കുന്ന, മലയിലെ പ്രസംഗം പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് പലർക്കും ഇഷ്ടം. എന്നാൽ യേശുവിൻ്റെ ആഗമനോദ്ദേശം മലയിലെ പ്രസംഗം നടത്തുക എന്നതോ, ലാസറിനെ മരിച്ചവരിൽ ഉയർപ്പിക്കുക എന്നതോ, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുക എന്നതോ ആയിരുന്നില്ല. അത് തൻ്റെ ദൈവത്വം തെളിയിക്കേണ്ടതിന് ആവശ്യമായ ഒരു കാര്യം മാത്രമായിരുന്നു. യേശുവിൻ്റെ ആഗമനോദ്ദേശം പാപികൾക്ക് വേണ്ടി മരിക്കുക, ദൈവത്തിനും മനുഷ്യർക്കിടയിലുള്ള ഏക മധ്യസ്ഥനായി തീരുക, ദൈവത്തിനും മനുഷ്യർക്കിടയിലുള്ള ഏക പ്രശ്നമായിരിക്കുന്ന പാപത്തെ തൻ്റെ രക്തം കൊണ്ട് കഴുകുക, തൻ്റെ മരണം കൊണ്ട് പാപത്തെ പരിഹരിക്കുക എന്നതായിരുന്നു. ക്രൂശിക്കപ്പെട്ട യേശുവിനെ തിരിച്ചറിയാത്തവർ യഥാർത്ഥ യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈശോ മിശിഹ ജീവിച്ചിരുന്നപ്പോൾ പലവട്ടം പറഞ്ഞു, എൻ്റെ സമയം സമാഗതമായിട്ടില്ല, എൻ്റെ സമയമായിട്ടില്ല എന്ന് പലവട്ടം പറഞ്ഞ ഈശോ മിശിഹ മരിക്കുമ്പോൾ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. എന്തിനു വേണ്ടിയിട്ടാണോ ഈശോ മിശിഹ വന്നത്, അത് പൂർത്തിയായത് കാൽവരി ക്രൂശിലാണ്. എന്തിനാണ് ഈശോ മിശിഹ വന്നത്? മനുഷ്യരെയും ദൈവത്തെയും തമ്മിലകറ്റുന്ന പാപമെന്ന മതിൽക്കെട്ടിനെ ഇടിച്ചു കളഞ്ഞ് ദൈവത്തിങ്കിലേക്ക് ജീവനുള്ള പുതുവഴി തുറക്കുവാൻ വന്നു. ആ മതിൽക്കെട്ട് ഇടിച്ചു കളഞ്ഞത്, പാപമെന്ന പ്രശ്നത്തെ പരിഹരിച്ചത് കാൽവരി ക്രൂശിലാണ്. പാപത്തിന്റെ ശമ്പളമായ മരണം പാപികൾക്ക് വേണ്ടി പരിശുദ്ധനായവൻ, സകല മനുഷ്യർക്കും പകർന്നു നിൽക്കുവാൻ കഴിയുന്ന, സകല മനുഷ്യരെ സൃഷ്ടിച്ചവനായ ദൈവപുത്രൻ അനുഭവിച്ചു തീർത്തപ്പോൾ പാപത്തിന് പരിഹാരമുണ്ടായി. കർത്താവിനോട് ക്രൂശിക്കപ്പെട്ട ഒരു കൊടും കുറ്റവാളി കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങ് രാജാവായി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. തനിക്ക് വേണ്ടി മരിക്കുന്ന ദൈവപുത്രൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് രാജാവായി വരും എന്ന തിരിച്ചറിവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവന് കൊടുത്തു. അവൻ ആ വിശ്വാസ പ്രഖ്യാപനം നടത്തി. കർത്താവ് ഒരു നിമിഷം പോലും അമാന്തിച്ചില്ല, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ. അവൻ്റെ സൽപ്രവൃത്തികളല്ല, അവൻ്റെ മറ്റെന്തെങ്കിലും യോഗ്യതകളുമല്ല അവനെ പറുദീസയ്ക്ക് യോഗ്യനാക്കിയത്. പ്രത്യുത അവൻ്റെ വിശ്വാസമാണ്. അവന് പകരം മരിക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അവനെ രക്ഷിച്ചത്. അതുകൊണ്ടാണ് രക്ഷയ്ക്ക് ദൈവം വെച്ചിട്ടുള്ള മുഖാന്തരം വിശ്വാസമാണ് എന്ന് പറയുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം. അത്ഭുത പ്രവർത്തകനായ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അത് ആത്മരക്ഷയിലേക്ക് നടത്തണമെന്നില്ല. എന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പാപമോചനവും ആത്മരക്ഷയും ഉറപ്പാണ് എന്നതാണ് ബൈബിളിൻ്റെ കേന്ദ്ര പ്രമേയം. വിശ്വസിച്ച്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ വിശ്വസിച്ച്, എനിക്ക് പകരക്കാരനായി മരിച്ച യേശുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുവാൻ ഞങ്ങളുടെ ശ്രോതാക്കളെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കട്ടെ, അതിൽ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളുടെ ഈ മെസ്സേജ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ദൈവം ഞങ്ങളുടെ ശ്രോതാക്കളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്വച്ഛ സ്ഫടിക തുല്യ നഗരം, ഇത് രാത്രിയില്ലാത്ത ദേശം. സ്വച്ഛ സ്ഫടിക തുല്യ നഗരം, ഇത് രാത്രിയില്ലാത്ത ദേശം. ദൈവ തേജസാൽ ശോഭിക്കും നഗരം, ദൈവ തേജസാൽ ശോഭിക്കും നഗരം. കർത്താവാം കുഞ്ഞാടിൻ്റെ മന്ദിരമാണഹോ. വരിക കുഞ്ഞാട്ടിൻ കാന്തേ, ദർശിക്ക ഈ മഹത്വ ദർശനം. ശ്രവിക്ക സ്വർഗീയ സംഗീതം, ഈ ഹല്ലേലൂയ ഘോഷസ്വരം. വരിക കുഞ്ഞാട്ടിൻ കാന്തേ. ദൈവം മനുഷ്യന് ഒരുക്കിയ രക്ഷ എല്ലാവർക്കും പ്രാപിപ്പത്തക്കവണ്ണം ഉള്ളതാണ്. പണമില്ലാത്തവർക്കും ബലഹീനരായിരിക്കുന്ന ആളുകൾക്കും എന്നുവേണ്ട യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയുന്നതായിരിക്കുന്ന രക്ഷയാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യന് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ്. എന്നാൽ രക്ഷയെക്കുറിച്ച്
അത് എങ്ങനെ പ്രാപിക്കാം എന്നതിനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ സങ്കല്പങ്ങളും ചിന്തകളും വ്യത്യസ്തമാണ്. പ്രവൃത്തികളിൽ അന്വേഷിക്കുന്നവരുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്ത് അത് പ്രാപിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് യാതൊരു പ്രവൃത്തികളാലും രക്ഷ പ്രാപിക്കുവാനായി, സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതായിരിക്കുന്ന സത്യമാണ്. പിന്നെ എങ്ങനെ മനുഷ്യനെ രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും? അതിനുള്ള ഏക വഴി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം നമ്മുടെ പാപത്തിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം വരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലാണ്. ഞാനും നിങ്ങൾ അനുഭവിക്കേണ്ട സകല പാപങ്ങളും കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്ത് നമുക്ക് പകരക്കാരനായി ക്രൂശിൽ അത് നമുക്ക് പകരമായി മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. ഇനിമേൽ നാം ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമില്ല. ആർക്കാണ് അത് ആ ഒരു അനുഗ്രഹം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ കർത്താവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ വിശ്വസിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച ദൈവവചന സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, അത് സൗജന്യമാണ്, കൃപയാൽ വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതാണ് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അതേ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ഒരുക്കിയതായിരിക്കുന്ന രക്ഷാകര പദ്ധതിയെ നോക്കി അതിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി